ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇവിടെ വീക്കെൻഡാണ്. വീക്കെൻഡ് പ്ലസ് സാലറി ഡേയ്സ് അൾട്ടിമേറ്റ് കോമ്പറ്റീഷൻ. എന്താ അങ്ങനെയല്ലേ? എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അല്ലേ? ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമ്മളിന്ന് ഡിന്നർ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ പിള്ളേരുമായിട്ട് ഞങ്ങൾ കുറച്ച് നേരം പാർക്കിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത്, പിള്ളേരൊക്കെ ആണെങ്കിൽ ഫുള്ള് മണ്ണിനകത്ത് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ഇതേ മൊത്തത്തിൽ ഇരുന്ന് കഴുകി വൃത്തിയാക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന വേറെ എവിടെയല്ല, ഞങ്ങളുടെ വീട്ടിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഫോർ എവർ ഫേവറേറ്റ് ആയിട്ടുള്ള ബാർബിക്യൂ റെസ്റ്റോറൻറ്റിലാണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റിന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കെബാബ്സ്, ബാർബിക്യൂ, ഷവർമ അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും കേട്ടോ. ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഫസ്റ്റ് വരുന്നത് സാലഡ് ആയിരിക്കും. ടുട്ടോന് പാർക്കിലൊക്കെ പോയി കിടന്ന് ഓടിയതിൻ്റെ നല്ല വിശപ്പുണ്ടാവും തോന്നുന്നു. ആള് ഈഫൊക്കെ പറക്കി കഴിക്കുന്നുണ്ട്. ചുറ്റും ആ ലൈം എടുത്ത് ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കാണിച്ച ഒരു 2-3 എക്സ്പ്രഷൻ ഉള്ളതാട്ടോ. പിന്നെ ബാക്കി ഞങ്ങൾ ശ്രദ്ധിക്കുന്നതായപ്പോഴത്തേക്ക് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഉള്ളു എന്താ പറയുക, ഒന്ന് അഭിനയിച്ച് കാണിക്കുമായിരുന്നു. എക്സ്പ്രഷൻ ഇടുന്ന കാര്യത്തിൽ അന്നായം കാട്ടിയും ഒരു പടി മുന്നേ എന്തായാലും സുട്ടു തന്നെ ഉള്ളത്. ഞങ്ങളെ വീട്ടിലെ കില്ലാടിയാണ് കേട്ടോ സുട്ടു. അപ്പോൾ നമുക്കുള്ള മുത്തബല് വന്നിട്ടുണ്ട്. പിന്നെ ബീഫിൻ്റെ കെബാബ്സും ബാബിക്യൂ ആണ് വാങ്ങിയത്. എപ്പോഴും നല്ല റഷ് ആയിരിക്കും. പിന്നെ തേഴ്സ്ഡേ നൈറ്റും ഫ്രൈഡേ ഒന്നും പറയേ വേണ്ട. ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മുടെ നല്ല ജ്യൂസി ആയിട്ടുള്ള കബാബാണ്. ഇന്നത്തെ കബാബിന് നല്ല എരി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സ്പൈസി കബാബായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച സംഭവം ഉണ്ടല്ലോ, അത് ബീഫിൻ്റെ ഏത് ഫാറ്റ് ആണെന്ന് തോന്നുന്നു. അത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് 4 സ്റ്റിക്സിൽ ഒരു 4 പീസസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. അത് ഞങ്ങൾ അടിയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അൺഹെൽത്തി ആണെന്നറിയാം, എങ്കിലും ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് അത്. അപ്പോൾ ചുട്ടും അതൊക്കെ കഴിച്ചിട്ട് സൂപ്പർ എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ ചിക്കൻ ബാർബിക്യൂ വന്നിട്ടുണ്ട്. ഇതും നല്ല എരിയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയാണ് വാങ്ങുന്നത്. പിള്ളേർക്ക് ഈ ബദാമി എന്ന് പറയും, ബദാമി ബാർബിക്യൂ, അത് ഒരു യെല്ലോ ഷെയ്ഡിലാണുള്ളത്. അതൊരു സ്പൈസി ടൈപ്പ് അല്ല, പക്ഷേ ഒരു മൈൽഡ് ടേസ്റ്റാണ്. അപ്പോൾ അവർക്കത് ഓർഡർ ചെയ്തു. ഇന്ന് ഓൾറെഡി നല്ല റഷ് ആയതുകൊണ്ട് നല്ല ലേറ്റ് ആവുന്നുണ്ട് ഫുഡ് വരാനായിട്ട്. ഞങ്ങൾ ഗാർലിക് ഡിപ്പിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്കായോണ്ടാണോ എന്ന് അറിയത്തില്ല, പോയ ആളെ പിന്നെ ഇതുവഴി കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബദാമി, ഇതാണ് ഞങ്ങൾ പിള്ളേർക്ക് വാങ്ങി കൊടുക്കാറ്. പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ഓരോ പ്രാവശ്യം ഓരോ രീതിയാണ്. ചിലപ്പം സ്പൈസി കഴിക്കും, ചിലപ്പോൾ അത് കഴിക്കത്തില്ല. ഇവിടുത്തെ മീറ്റൊക്കെ നല്ല ജ്യൂസി ആൻഡ് ടെൻഡർ ആയിരിക്കും. അതുപോലെ തന്നെ നല്ല സാൾട്ടും സ്പൈസും ഒക്കെ നല്ല ഇൻഫ്യൂസ്ഡ് ആയിരിക്കും അതിനകത്ത്. അപ്പോൾ നമ്മൾ ഫുഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ജുബൈയിൽ നമ്മുടെ മാക്സിന് അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. ഈ ഷോപ്പിൻ്റെ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ.